ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് കുറെ കാലത്തിന് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മള് രേഷ്മയുടെ വീടിന്റെ ബാക്കിലാട്ടാ. അവളുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിചാരിക്കണു പുഴയ്ക്ക് ഒന്ന് ഇറങ്ങാന്ന്. അവിടെ പുഴ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ പോയിട്ട്, ഞങ്ങൾ തീരെ പോയിട്ട് തന്നെ ഇല്ല. അപ്പു, രേഷ്മയുടെ മക അപ്പു പോയിട്ടോ. അപ്പോൾ വിചാരിച്ചു വന്ന് ഞങ്ങളൊന്ന് പോവാന്ന്. അപ്പോൾ അവൾക്ക് കൂലി കൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വരും. അപ്പം ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പു ഇതാട്ടെ വീഡിയോ എടുക്കണേ. ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പം അപ്പു വീഡിയോ എടുത്തിട്ട് വരിക കേട്ടാ. ഡാമിത്ത് കണ്ടില്ലേ? ഇവിടെ നല്ല കൊതുകുണ്ട് കേട്ടാ. ആകെ പുല്ലായതുകൊണ്ട് നല്ല കൊതുക് കടിച്ചിട്ട് വയ്യ, നടക്കാൻ വയ്യ. പിന്നെ പുഴയിലേക്ക് പോകാനുള്ള അങ്ങനെ ആകാംക്ഷ കാരണം ഞങ്ങളിങ്ങനെ നടക്കാണ്. ഇതാണെങ്കിൽ അവളുടെ പണിക്കാർ ഇന്ന് പണി മാറ്റണം തന്നെ ഇല്ല. അല്ലെങ്കിൽ കൃത്യം 5 മണിക്ക് മാറ്റണവരാ. ഇന്നിപ്പോൾ ഞങ്ങൾ പോവാ വിചാരിച്ചിട്ട് തോന്നണം. അവർ തീരെ മാറ്റണമില്ല. അവളിപ്പോൾ ചീര, പ്രഷർ ചീരല്ലേ, അതൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ നാളെ ഉപ്പേരി വെക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അവിടെ നല്ലൊരു ഇവിടെ ഇടവഴിയുണ്ട്. അവിടെ നല്ല കുഴിയാണ്. അപ്പം അതിനെ പോകാൻ പറ്റില്ല. അവിടെ എന്തൊക്കെയോ ആ ചെടിയുടെ കായൊക്കെ വീണിട്ടേ ഭയങ്കര ചളിയാണ്. അവളിത് അത് കൂടെ മെല്ലെ മെല്ലെ നടന്നു. എടി എങ്ങണ്ടാ അടി? അവളെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയാർക്കാം. അപ്പോൾ അപ്പുവിന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിട്ട്. അവര് മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് വീണ്ടും പോയോ? അവര് വീട്ടിൽ പോയിട്ടോ. അപ്പൊ ഞങ്ങള് മാത്രമാണ് ഇനി പോണത്. അപ്പൊ ഞാനും അവിടെ വരണം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ ഇതുവരെ ഇത് കൂടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ഒരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ കുടുംബശ്രീത്തെ ഒരു ചേച്ചി. ആ ചേച്ചിയുടെ വീടിന്റെ ബാക്കിൽ കൂടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ വീടിന്റെ ബാക്കിൽ ഇതാണ് കേട്ടോ, പുഴയാണ്. പക്ഷെ ഇതുവരെയൊക്കെ വെള്ളം കയറുവേ, അറ്റം വരെയൊക്കെ വെള്ളം കയറാറുണ്ട്. പക്ഷെ ഇവിടെ വീടുകൾക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. അമിത് എടുക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. അമിത്തിന് ചടി ചവിട്ടിയിട്ട് നടക്കാൻ ഇഷ്ടല്ലേ, അവൻ എടുക്കണം. ഇതാണ് രേഷ്മയുടെ വീട്. ഇതാ തേപ്പൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ എന്ത് പണിയപ്പം നടക്കണ്? വൈറ്റ് വാഷ് അടിക്കുകയാണ് കേട്ടോ. ഇതാണ് വീട്. ഇതിന്റെ ബാക്കിലാണ് പുഴ. ഇത് അവളുടെ ഹസ്ബൻഡിന്റെ വീട്, തറവാട്. ഇവിടെ അവളുടെ ഹസ്ബൻഡിന്റെ അനിയനാണ് കേട്ടോ താമസിക്കുന്നത്.